نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറെ ഖേദകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളക്കരയിൽ നമ്മൾ കേൾക്കേണ്ടി വന്നത്. ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമീപ പ്രദേശത്ത് നടന്നതുപോലെ വലിയ ഒരു അപകട വാർത്ത. ഒരു പറ്റം വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം ഇടിച്ചുകൊണ്ട് 6ഓളം ചെറുപ്പക്കാരാണ് മരണപ്പെട്ടത്. ഇന്നത്തെ ഈ ഒരു സമയം വരെ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഏറെ ദുഃഖത്തോടു കൂടിയായിരിക്കും നമ്മളെല്ലാവരും അത് വായിച്ചിട്ടുണ്ടായതും അതിലുള്ള വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകൾ കണ്ടതുമൊക്കെ. കാരണം ഒരുപാട് പ്രതീക്ഷകളാണ് പൊലിഞ്ഞു പോയത്. ഒരുപക്ഷെ ആ ചെറുപ്പക്കാർ അവരുടെ മെഡിസിൻ പഠനം കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതം ഏത് ഭാഗത്തായിരിക്കണമെന്നും എവിടെയാണ് ഡോക്ടറായി ജോലി ചെയ്യേണ്ടതെന്ന് വരെ ഒരുപക്ഷെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതായി. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന സമയത്തും ആ മക്കളെ പഠിപ്പിക്കുന്ന സമയത്തെല്ലാം വലിയ ആശയോടുകൂടിയായിരിക്കും. എന്നാൽ ആ ആശകളെല്ലാം പൊലിഞ്ഞ് ഇല്ലാതായി തീർന്നു. എത്രത്തോളം എന്നാൽ ഒരു നാട് മുഴുക്കെ പറഞ്ഞയച്ച ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. ലക്ഷദ്വീപിൽ അവിടെ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മൾ വാർത്തകളിൽ വായിക്കുകയുണ്ടായി. ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ നാട്ടിലേക്കുള്ള ഒരു ഡോക്ടർ എന്ന പ്രതീക്ഷയോടുകൂടി പറഞ്ഞയച്ച ആൾ. അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു മകൻ, എല്ലാം ആ എണ്ണത്തിലുണ്ട്. ഇതിന്റെ വാർത്തകൾ ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ
മീഡിയകളെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകളായിരുന്നു. ഒരുപക്ഷെ ആ ചർച്ചകളിൽ ഈ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് അവർ അക്കമിട്ട് പലതും എണ്ണുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുന്നവരുണ്ട്, രാത്രിയെക്കുറിച്ച് പറഞ്ഞവരുണ്ട്, അതല്ലെങ്കിൽ ആ വാഹനത്തിന്റെ യാത്രക്കാരെ കുറിച്ച് പറഞ്ഞവരുണ്ട്, അതുമല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഫിറ്റ്നസിനെ കുറിച്ചും ആ വാഹനത്തിന്റെ ഉടമസ്ഥനെ കുറിച്ചും പറഞ്ഞവരുണ്ട്. ഒരുപാട് ചർച്ചകൾ. ഈ ചർച്ചകളെല്ലാം കേട്ടാലും ഇല്ലെങ്കിലും ഈ ഒരു അപകടത്തിൽ അല്ല, ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ചില കാര്യങ്ങൾ, ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ പറയപ്പെട്ട ആളുകളുടെ എല്ലാം പ്രായം നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാണ്. 20 21 വയസ്സുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവിൽ ഒന്നെന്താണെന്നറിയോ? മരണം കടന്നു വരുന്നത് ഒരിക്കലും പ്രായം നോക്കിയല്ല. ഒരാളുടെയും പ്രായത്തെ പരിഗണിച്ചുകൊണ്ടല്ല മരണം വരുന്നത്. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കെ മകൻ മരണപ്പെട്ടു. അച്ഛനും അമ്മയും യാതൊരു കുഴപ്പവുമില്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വല്ലിപ്പയും വല്യമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾ മരിക്കുക, പേരമക്കൾ മരിക്കുക, ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ അനിയൻ മരിക്കുക. പ്രായം നോക്കിയിട്ടല്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ഫഇദാ ജാഅ അജലുഹും ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഫഇദാ ജാഅ അജലുഹും, അവരുടെ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ, അവരുടെ മരണത്തിന്റെ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ, ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നാഴിക അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല. ഒന്ന് കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് എന്നില്ല, അതിന്റെ കുറച്ച് മുമ്പ് എന്നില്ല. പ്രായം നോക്കിയിട്ടല്ല മരണം സംഭവിക്കുക. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുഭാഗത്തും, ഒരു പക്ഷേ ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ പരിചയത്തിൽ തന്നെ എത്രയോ മരണവാർത്തകൾ കേട്ടപ്പോ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ, ഒരു പക്ഷേ ഇന്ന് നമ്മുടെ പത്രങ്ങൾ എടുത്തു നോക്കി അതിന്റെ ചരമക്കോളം നോക്കിക്കഴിഞ്ഞാൽ, ആ പേജ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു രക്ഷിതാവ് ജീവിച്ചിരിക്കെ മകൻ മരിക്കുക എന്നുള്ളത് എത്രത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ അതിന്റെ ചർച്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ക്യാമറയുടെ മുന്നിൽ വന്നുകൊണ്ട് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമെ, ആ വാപ്പയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6 മക്കളും മരണപ്പെടുക. 6 മക്കളും മരണപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുട്ടിയല്ല, 2 കുട്ടിയല്ല, 6 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ മരണപ്പെട്ടു. ആകെ ബാക്കി ഉണ്ടായിരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രം. പക്ഷേ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ, ഫാത്തിമ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നോട് ആദ്യമായി ചേരുന്നത് നീ ആയിരിക്കട്ടോ. ആ വാപ്പക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞ പിന്നെ ആദ്യം വരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരിക്കും. അവരുടെ മരണമാണ് ആദ്യം നടക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു പക്ഷേ പരലോകത്തെക്കുറിച്ചോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചോ വിമർശിക്കുന്നവർ ഒരുപാടുണ്ടാവാം. പക്ഷെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട എന്താ അറിയും? ഇങ്ങനത്തെ ഒരു പരീക്ഷണം വരുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് അള്ളാഹു ഈ ലോകത്തേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബ് തീരുമാനിച്ച ഖദറിൽപ്പെട്ട കാര്യമാണ്. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ മരിക്കണമെന്നുള്ളത്, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഉമ്മ മരിക്കണമെന്നുള്ളത്, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ പേരക്കുട്ടി മരിക്കണമെന്നുള്ളത്, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ എന്നിൽ നിന്ന് വിട പറയണമെന്നുള്ളത് അള്ളാന്റെ തീരുമാനം. അള്ളാന്റെ തീരുമാനം അത് ഒരിക്കലും എനിക്ക് തട്ടിമാറ്റാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പിന്നെ എങ്ങനെ അവരുടെ ജീവിതം ഞാൻ തീരുമാനിക്കും? ആ ഒരു ചിന്ത വിശ്വാസി എന്ന നിലക്ക് നമുക്കുണ്ടാവണം. അതോടൊപ്പം ഇങ്ങനെ ഒരാൾക്കൊരു പരീക്ഷണം ഉണ്ടെങ്കിൽ അത് അള്ളാഹു അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയൊന്നുമല്ല.
ഇദാ അറാദല്ലാഹു ബി ഖൈറൻ മയുരിദില്ലാഹു ബി ഖൈറ, അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു വിപത്തുകൾ, പരീക്ഷണങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു. പരീക്ഷണങ്ങളാ കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല. ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ വിധിയിൽ അതൃപ്തിയോടുകൂടി ജീവിക്കല്ല വേണ്ടത്. മറിച്ച് ഇത് അള്ളാഹിന്റെ തീരുമാനമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അത് തന്നിട്ടുള്ളത്. അവിടെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് നമ്മൾ പറയാനും പാടില്ല. അതാണ് ഒരു പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമെങ്കിൽ. രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ? എവിടെ വെച്ചാണെങ്കിലും ശരി മരണം നമ്മളെ പിടികൂടുന്നു. നിങ്ങൾ ആ മരണപ്പെട്ട കുട്ടികളുടെ ഓരോരുത്തരുടെയും വീടും പരിസരവും പരിശോധിച്ച് നോക്കി. കണ്ണൂരിലുള്ള ആളുടെ മരണം നടക്കുന്നത് ആലപ്പുഴയിൽ വെച്ച, ലക്ഷദ്വീപിലുള്ള ആളുടെ മരണം നടക്കുന്നത് ആലപ്പുഴയിൽ വെച്ച, എന്നിട്ട് മയ്യത്ത് ഖബറടക്കുന്നതോ കൊച്ചിയിൽ വെച്ചുകൊണ്ട്. അത് കേവലം അവരിൽ മാത്രമല്ല, എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കൂടെ കളിച്ചു നടന്ന ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, ഒരു പ്രയാസമില്ലാതെ ഇങ്ങനെ സ്വസ്ഥമായി വീട്ടിലും കുടുംബത്തിലൊക്കെ ആയി ജീവിച്ച ആൾ പെട്ടെന്നതാ അയാൾക്ക് ഒരു വിസ റെഡിയാവുന്നു, അയാൾ പെട്ടെന്ന് ഗൾഫിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ എത്തി ഏതാനും ദിവസങ്ങളാകുമ്പോഴേക്ക് മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അയാൾ മരിക്കാൻ വേണ്ടി പോയ പോലെ ഉണ്ട്. എന്താ പോലെ മനുഷ്യന്റെ ഒരു കാര്യം നോക്കി. എന്നാ നോക്ക് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞെന്താണെന്നറിയോ? ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകളിലായിരുന്നാൽ പോലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. അത് ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ കുഴപ്പമില്ല, നല്ല സേഫ്റ്റിയുള്ള വാഹനമാണെങ്കിൽ പോലും അള്ളാന്റെ തീരുമാനമാണോ അത് സംഭവിക്കും. തന്റെ ചുറ്റുഭാഗത്തും ബ്ലാക്ക് ക്യാറ്റ്സ് ഉണ്ട് തന്നെ സംരക്ഷിക്കാൻ. പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല. മരണത്തിന്റെ സമയമായാൽ അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അത് ഏത് നാട്ടിലാണെങ്കിലും ആ നാട്ടിലേക്ക് നമ്മൾ എത്തപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, ഇദാ ഖദല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളി. ഒരു നാട്ടിൽ വെച്ചിട്ട് ഒരാൾ മരിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ, അയാൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നു. അയാൾ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കും. ആ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ അവിടെ ചെല്ലും, അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്യും. എവിടെ വെച്ചാ മരിക്കാൻ നമുക്കാർക്കും അറിയൂല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു നമ്മുടെ മരണം തീരുമാനിച്ചത് എവിടെയാണോ അവിടേക്ക് നമ്മൾ എത്തപ്പെടുക തന്നെ ചെയ്യും എന്ന യാഥാർത്ഥ്യം അത് നമ്മൾ ബോധ്യപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്നുള്ളത് നമ്മുടെ ധാരണ ഉണ്ടാവും. ഒരുപക്ഷെ എനിക്ക് പ്രായം കുറേയായി, ഒരുപാട് അസുഖങ്ങളൊക്കെ പിടിപെട്ട് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും പേരമക്കളും എല്ലാം എൻ്റെ കട്ടിലിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത മകൻ വന്ന് എൻ്റെ വായിലേക്ക് ഇങ്ങനെ വെള്ളം ഒടിച്ചിട്ട് വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു വാപ്പാ എന്ന് പറയുമ്പോൾ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടുകൂടി മരിക്കും എന്ന ഒരു ധാരണയാണ് നമുക്കുള്ളതെങ്കിൽ അല്ല എന്നാണ്. അല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റൂല. എവിടെ വെച്ചാണ് മരിക്കുക, ഏത് സമയത്താണ് മരിക്കുക നമുക്കാർക്കും പറയാൻ പറ്റൂല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്ത് എന്താണെന്നറിയോ? ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ ഉക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ഖുൽ നബിയേ പറയുക, യതവഫാകും മലകുല്ലദീ ഉക്കില ബികും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ടല്ലോ, ആ മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബികും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക്, ആ മരണത്തിന്റെ മലക്ക് നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കും. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പിന്നെ എന്നിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. പ്രിയപ്പെട്ടവരെ, ആ ആയത്തിന്റെ പകുതി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും അംഗീകരിക്കുന്നു. കുൽ നബിയെ പറയുക, യതവഫാകും മലകുൽ മൗത്തില്ലദീ ഉക്കില ബികും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മലക്കില്ലേ, ആ മരണത്തിന്റെ മലക്ക് നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കും, നിങ്ങളുടെ റൂഹ് എടുക്കുക തന്നെ ചെയ്യും. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എല്ലാവർക്കും ഉറപ്പുള്ള അങ്ങേയറ്റം യഖീനായ ഒരു കാര്യമുണ്ട്. എന്നാൽ അതേ ഉറപ്പ് എത്രത്തോളം ഉറപ്പുണ്ടോ അത്രത്തോളം ആളുകൾ അശ്രദ്ധയിലാണ്.
ആ കാര്യത്തെക്കുറിച്ച് പറയാണ് ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള സ്മരണം. ഞാൻ മരിക്കും എന്നുള്ള ആ ഒരു ചിന്ത, ഞാൻ മരിക്കും എന്ന ആ ഒരു ചിന്ത ഉണ്ടല്ലോ, എല്ലാവർക്കും ഉറപ്പാണ്. ഈ ഇരിക്കണ ആർക്കെങ്കിലും, അല്ല ലോകത്തുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ മരിക്കൂല എന്നുള്ളത്? എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മരിക്കും. അതിനെ അല്ലാഹ് പറഞ്ഞ മരിക്കും. പക്ഷേ ഇവിടെ മരണപ്പെടും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവസാനിപ്പിച്ചിരുന്നെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, കടങ്ങൾ കൊണ്ട് അങ്ങേറ്റം പ്രയാസപ്പെടുമ്പോൾ നമുക്ക് മരണം ഒരു ഹൈറാകുമായിരുന്നു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ. ജീവിതത്തിൽ ചില അസുഖങ്ങൾ വന്നിട്ട് ഡോക്ടറുടെ മുന്നിലേക്ക് ചെന്ന് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറയാണ് നിങ്ങളുടെ മരണം ഏകദേശം അടുത്തിട്ടുണ്ട്, പക്ഷേ കുറെ ടെസ്റ്റുകൾ നടത്തണം, ഇത്ര ചെലവുകളുണ്ട്, നിങ്ങൾക്ക് ഇന്ന രൂപത്തിൽ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ശരീരത്തിന്റെ ഓരോ ഭാഗവും മുറിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് തോന്നും ഞാൻ എത്രയും പെട്ടെന്ന് മരിക്കലാ നല്ലത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആത്മഹത്യ പരിഹാരമാകുമായിരുന്നു ഈ ആയത്ത് ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതിന്റെ ബാക്കി കൂടിയുണ്ട്. ആ ബാക്കിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ സദസ്സിലേക്ക്, ഈ പള്ളിയിലേക്ക്, നമസ്കാരത്തിലേക്ക്, ദീനിന്റെ കാര്യത്തിലേക്ക്, എല്ലാത്തിലേക്കും കൊണ്ടുവരുന്നത്. എന്താണെന്നറിയൂ? ബാക്കി അല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയൂ? സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുന്നവർ തന്നെയാണ്, നിങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും. മരിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മഹത്യ പലതിനും പരിഹാരമാകുമായിരുന്നു. നമ്മുടെ വഞ്ചനയും നമ്മുടെ കളവും നമ്മുടെ തോന്നിവാസങ്ങളും എല്ലാം നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള വാചകമാണ് പ്രശ്നം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് മരിക്കും എന്ന ആ ഒരു ബോധ്യമുള്ള നമ്മൾ ഇന്ന് നമ്മുടെ മരണത്തെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടുണ്ടാവും? കൂടുതലൊന്നും വേണ്ട. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? നമ്മൾ മരിക്കൂല എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ അവസാന ഒരു നിമിഷം ഉണ്ടല്ലോ, ഒരു പക്ഷേ അവരവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, അവരുടെ വീട്ടിൽ നിന്ന് വാഹനത്തിലേക്ക് കയറുമ്പോ, അവരുടെ ഉമ്മയോ അമ്മയോ അവർക്ക് മുത്തം കൊടുത്തുകൊണ്ട് മകനെ പറഞ്ഞയക്കുമ്പോ ആ ഉമ്മയും അമ്മയും വിചാരിച്ചിട്ടില്ല എന്റെ മകന് കൊടുക്കുന്ന അവസാനത്തെ ചുംബനമാണിത് എന്നവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ മക്കൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവര് വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിതാ ഇറങ്ങിയിട്ടുണ്ട്, ഒരു പക്ഷേ എന്നെ ഇനി തിരിച്ചു കൊണ്ടുപോകുന്നത് ഒരു ആംബുലൻസിൽ ഒരു വെള്ള പുതപ്പിച്ചു കൊണ്ടായിരിക്കും. അവർ വിചാരിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? അവരുടെ കാര്യം പോട്ടെ, നമ്മളെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ആ പള്ളിയിലേക്ക് വന്നു, നമ്മൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്നിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓടിച്ച വാഹനം അത് അവിടെ നിർത്തിയിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം ഇടിച്ചിട്ട് വേറെ ഒരു വാഹനത്തിൽ നമ്മുടെ മയ്യത്ത് നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം ആലോചിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലോ വേണ്ടപ്പെട്ടവരിലോ ഒക്കെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലേ അവരെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളുണ്ട്. പാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ലിപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റൂം കാണിച്ചിട്ട് നമ്മൾ പറയും പാപ്പ അവിടെ കിടന്നിരുന്നേ, വല്ലിപ്പ ഇവിടെ കിടന്നിരുന്നേ, ഇത് വല്ലിപ്പ ഉപയോഗിച്ചിരുന്ന പുതപ്പ, ഇത് വാപ്പ ഉപയോഗിച്ചിരുന്ന വാഹന, ഇത് ഉമ്മാന്റെ ആഭരണ, ഇത് വല്യമ്മ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാ നമ്മൾ പറയും അല്ലേ? ഒരു പക്ഷേ ചില ഉപകരണങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറയും ഒരു ജീവിച്ചിരിക്കണ സമയത്ത് ഒരാൾക്കും തരൂല എന്ന് പറഞ്ഞതാ, അപ്പൊ കിടക്കണുണ്ടോ? ആർക്കും വേണ്ടാതെ കിടക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ ജീവിതത്തിൽ അങ്ങനത്തെ ഒക്കെ ചില സംസാരങ്ങൾ നടത്തുമ്പോൾ നമ്മളിലേക്കൊന്ന് ചുരുങ്ങുക. നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അത് കുറേ കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ഒരു പക്ഷേ ഇന്നാണെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി പുലരുന്നതിന് മുമ്പേ നമ്മുടെ മരണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ചില കാഴ്ചകളുണ്ട്. ഒരു പക്ഷേ ഖുർആനിലും ഹദീസിലും മാത്രം കേട്ടിട്ടുള്ള, ഖുർആൻ ക്ലാസ്സുകളിൽ മാത്രം കേട്ടിട്ടുള്ള മലക്കിനെ ഇപ്പൊ നമ്മൾ ഓതി വെച്ച മലക്കുൽ മൗത്തിന്റെ ആ പേരാ നമ്മൾ കേട്ടതെങ്കിൽ ഇന്ന് നമ്മൾ കാണും ആ മലക്കുൽ മൗത്തിനെ നേർക്ക് നേരെ നമ്മൾ കാണും.
ആ മലക്കുൽ മൗത്തിനെ നേരെ നമ്മൾ കാണും. അത് ഇന്ന് മാത്രമല്ല, ആ ഒരു വിഷയം മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും മാറ്റപ്പെടുന്നതാണ്. നമ്മൾ ഇന്ന് മരിച്ചു എന്ന വാർത്ത ഒരു പക്ഷേ നാളെ രാവിലെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇങ്ങനെ നമ്മുടെ പേര് വെച്ചിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്ന വീട്ടിൽ താമസിക്കുന്ന ഇന്ന ആളുടെ മകൻ, ഇന്ന ആൾ, ഇത്ര വയസ്സുള്ള ആള് ഇന്നലെ രാത്രി മരണപ്പെട്ട വിവരം വ്യസനപൂർവ്വം അറിയിക്കുന്നു എന്ന പേര് വരുമ്പോ അതിൽ നമ്മുടെ ചിത്രമാണ് വന്നതെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടുന്ന് അങ്ങോട്ട് എന്താണ്? ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലെ പല ആളുകൾക്കും ഇങ്ങനെ കോള് വരും, എങ്ങനെയാ മരിച്ചത്, എപ്പോഴാ മരിച്ചത്, എന്നിട്ടിപ്പോ മയ്യത്ത് എവിടെ കിടത്തിയിട്ടുള്ളത്? ആ വാക്ക് ശ്രദ്ധിച്ചോളി, മയ്യത്ത് എവിടെ കിടത്തിയിട്ടുള്ളത്? നമ്മൾ മരിക്കുന്നത് വരെ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് പേരുള്ളൂ. നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് പേരില്ല, ജനിച്ചതിന് ശേഷമാണ് നമുക്ക് പേരിട്ടതെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ മാത്രമേ നമുക്ക് പേരുള്ളൂ, നമ്മുടെ ഐഡന്റിറ്റി ഉള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണല്ലോ നമ്മളെ പേര്. ആ പേര് പോലും മാറ്റും. പിന്നെ ചോദ്യങ്ങൾ എന്താണെന്നറിയോ? മയ്യത്ത് എവിടെ കിടത്തിയിട്ടുള്ളത്, മയ്യത്ത് എപ്പോഴാ കൊണ്ടുവരിക, മയ്യത്ത് എപ്പോഴാ കുളിപ്പിക്കണത്, മയ്യത്ത് എപ്പോഴാ കഫൻ ചെയ്യണത്, മയ്യത്ത് നിസ്കാരം എപ്പോഴാണ്, ആരൊക്കെയാ മയ്യത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? ഒരു പക്ഷേ ഏതെങ്കിലും ഹോസ്പിറ്റലുകളുടെ മോർച്ചറിയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവിടെ നമ്മളെ പേര് മാറുകയാണ്. ഇന്ന് നമ്മൾ മരിച്ച് ഒരു പക്ഷേ രാത്രി നെഞ്ചുവേദന വന്നിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ മരണവാർത്ത കേട്ടിട്ട് പിന്നീട് അവിടുന്ന് ഡോക്ടർ ഉറപ്പിക്കാണ് നമ്മുടെ മരണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോഴേക്ക് നമ്മളിങ്ങനെ, നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ കാണും. കാഴ്ച ഉണ്ടെങ്കിലുള്ളൊരു കാഴ്ച എന്താണെന്നറിയോ? നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു പന്തൽ കെട്ടിയിട്ടുണ്ടാകും. ആരൊക്കെയോ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. നമ്മളെയും ചുമന്നു കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വാഹനം അവിടെ നിർത്തും. ആരൊക്കെയോ വന്ന് അതിൻ്റെ ഡോറ് തുറക്കും. നമ്മളതിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ അങ്ങോട്ട് വീടിന്റെ ഉമ്മറത്തേക്ക് വെക്കുമ്പോഴേക്ക് ഉള്ളിൽ നിന്നും കരച്ചിലിന്റെ തേങ്ങലിന്റെ ശബ്ദം നമ്മളിങ്ങനെ കേൾക്കും. ഒരു പക്ഷേ നമ്മൾ മരിച്ചു, നമ്മുടെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലേ എല്ലാത്തിലും ശക്തനായി പറഞ്ഞ, എല്ലാത്തിലും കരുത്തുള്ള ആ വാപ്പയെ ഒരു പക്ഷെ ആരൊക്കെയോ പിടിച്ചിങ്ങനെ കൊണ്ടുവരും. നമ്മളെ കിടത്തിയിട്ടുള്ള ആ മയ്യത്ത് കിടത്തിയിട്ടുള്ള ആ കട്ടിലിന്റെ അടുത്തേക്ക് നമ്മളെ വാപ്പാനെയും കൊണ്ടുവരും, നമ്മളെ ഉമ്മനെയും കൊണ്ടുവരും. ഒരു പക്ഷേ വാർത്ത കേട്ടിട്ട് നമ്മളെ ഉമ്മ മരിച്ചിട്ടുണ്ടാവും, ഉമ്മാക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇണകളുണ്ട്, നമ്മുടെ മക്കളുണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ചുമരിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാകും, മയ്യത്ത് നമസ്കാരം ഇത്ര മണിക്കാണ്. അപ്പോൾ നമ്മളെ പേരില്ല അവിടെ. മയ്യത്ത് നമസ്കാരം എന്നാ പറയണേ, നമ്മളെ പേര് പറയണില്ല. പിന്നെ ഓരോന്നും ആ വരുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് മയ്യത്ത് എവിടെയാ കിടത്തിയിട്ടുള്ളത്. നമ്മുടെ റൂമിന്റെ പേര് പറയണില്ല, നമ്മുടെ വീടിന്റെ പേര് പറയണില്ല. ഇപ്പൊ ഒരാൾ മരിച്ചിട്ടില്ല, ആ മയ്യത്ത് എവിടെയാണ്, ഏത് വീട്ടിലാണ് ആൾ മരിച്ചിട്ടുള്ളത്, ഇതാ പറയാ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മളെ ജീവിതത്തിൽ ഈ ഒരു കാര്യമുണ്ട്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ ശരിക്കും ജീവിക്കണേ? നമ്മുടെ ഭാര്യക്ക് വേണ്ടിയിട്ടാ ജീവിക്കണേ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാ? ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാ? നമ്മുടെ ഓരോ ആവശ്യങ്ങൾ അതിന് ഒന്നിന് പിറകെ ഒന്നായി സ്വീകരിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ എന്നോട് കൂടിയാ പറയണേ. നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞാലേ, നാളെ ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേക്ക്, അല്ല വൈകുന്നേരമാകുമ്പോഴേക്ക് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ വലിയ കരച്ചില് നമ്മൾ കേൾക്കും. ആരൊക്കെയോ അവിടെ വീണു പോകുന്നുണ്ട്, ആരൊക്കെയോ താങ്ങി പിടിക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ വാപ്പയും നമ്മുടെ ആൺകുട്ടികളൊക്കെ കൂടി, അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ കൂടി നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകും. ആ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നമസ്കാരം കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ പോലും കുറച്ചു നേരം അവിടെ കടത്തൂല, വേഗം എടുക്കും, വേഗം കബറ് കുഴിച്ചിട്ടുണ്ടാകും, അതിലേക്ക് ഇറക്കി വെക്കും. ഇറക്കി വെച്ച് അതെല്ലാം മൂടുന്ന സമയം അത്രയും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. മയ്യത്ത് മൂടി കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
ആ കൂട്ടത്തിൽ നിന്നിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ നമ്മൾ? ആരാന്നറിയത്? നമ്മളേറെ സ്നേഹിച്ച പല ആളുകളുണ്ട് അവിടെ. അവർക്ക് സമയമല്ല, അവരിങ്ങനെ വാച്ചിലേക്ക് നോക്കാൻ തുടങ്ങും. നമുക്ക് വേണ്ടി കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്തവരായിരിക്കും അവർ. ഞാൻ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, പക്ഷെ നമ്മൾ ആലോചിക്കണം. അതിനുശേഷം നമ്മുടെ വീടിന്റെ അവസ്ഥ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കിടക്കുന്ന നമ്മുടെ ഭാര്യയുടെ അടുത്തേക്ക് കുറച്ച് ഭക്ഷണവുമായിട്ട് ആരെങ്കിലും ചെല്ലും. കുറച്ചു നേരം ഇങ്ങനെ പലരും നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരായി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങും. പിന്നെ നമ്മുടെ വീട്ടുകാർ മാത്രം ബാക്കിയാകും. ആരൊക്കെയോ കുറച്ച് ഭക്ഷണമൊക്കെ വെക്കുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറച്ച് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, 2, 3, 4 ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് നമ്മളെ കുറിച്ചുള്ള ഓരോ സ്മരണകളും കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് 1, 2 കൊല്ലം കഴിയുമ്പോഴേക്ക് കേവലം ചില ഓർമ്മകൾ മാത്രമായി നമ്മൾ മാറും. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത്? നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി. എന്നാൽ ആ ഭാര്യ ഇന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയായി ജീവിക്കുന്നു, മറ്റൊരുത്തൻ്റെ ഇണയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെട്ടത്? എന്നാൽ ആ മക്കൾ ഒരിക്കൽ പോലും ഒരു നമസ്കാരത്തിന് പോലും, നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ ഏതെങ്കിലും ഒരു വരാന്തയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ പോലും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. നമ്മുടെ ഉമ്മയും ഉപ്പയും ഇടക്കൊക്കെ നമ്മളെങ്ങനെ ആലോചിക്കുന്നുണ്ടാക്കും. ബാക്കി ആരാലോചിക്കും? അവിടെയാണ് പ്രിയപ്പെട്ട സഹോദര നമ്മൾ ആലോചിക്കേണ്ടെന്ന് അറിയൂ. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് നല്ല ഒരു വാപ്പയാവാനും നല്ല ഒരു ഭർത്താവാകാനും എല്ലാം എത്തിച്ചു കൊടുക്കാനും അല്ല, അള്ളാഹ് പറഞ്ഞതുപോലെ ഈ ലോകത്ത് ജീവിക്കാനാണ്. അവിടെ വാപ്പയേക്കാൾ അള്ളാന്റെ ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്, ഉമ്മയേക്കാൾ അള്ളാന്റെ ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ അള്ളാഹ് പറഞ്ഞതുപോലുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവേണ്ടത്. എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മരണരംഗം, നമ്മളൊക്കെ കുറച്ചൊക്കെ നന്മ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ മരണമൊക്കെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മളൊന്നറിയണം. പ്രഗത്ഭനായ സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പലരുടെ അടുക്കലും ചെല്ലുന്നുണ്ട്. മരണാസന്നനായി കിടക്കുന്ന പലരുടെ അടുക്കലും ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്: നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അതൊന്ന് എന്നോട് പങ്കുവെക്കാമോ? പക്ഷേ കൃത്യമായ ഉത്തരം അദ്ദേഹത്തിന് കിട്ടിയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വാപ്പാന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് ചോദിക്കണം: യാ അബത്, എൻ്റെ പൊന്നാര വാപ്പ, നിങ്ങൾ പലരോടും മരണത്തെക്കുറിച്ച് ചോദിച്ചിരുന്നില്ലേ? ആ മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചിരുന്നില്ലേ? പാപ്പ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്നോടൊന്ന് പറയാമോ? എങ്ങനെയാണ് ആ മരണം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് വാപ്പയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്: യാ ബുനയ്യ, അൽ മൗതു അഅ്ളമു മിൻ അൻ യൂസഫ്. മോനെ, മരണം എന്ന് പറഞ്ഞാലേ വിശദീകരിക്കുന്നതിനപ്പുറത്തുള്ള ഭയാനകമായ ഒന്നാണ്, വളരെ ഗൗരവപ്പെട്ട ഒന്നാണ്. പക്ഷേ വലാകിൻ സഅസിഫു ലക മിൻഹു ശൈഅ, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് അറിയിച്ചു തരാം. വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലക അന്ന അലാ കതിഫയ്യ ജിബാലു റദ്വാ വതിഹാമ. എന്നിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്: അല്ലാഹുവാണ് സത്യം, എൻ്റെ 2 ഭാഗത്തും റദ്വാ പർവ്വതവും തിഹാമ പർവ്വതം ഇങ്ങനെ തൂക്കിയിട്ടതുപോലെ, അതിൻ്റെ 2 ഭാഗത്തും വന്ന് എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ, എൻ്റെ 2 ഭാഗങ്ങളിൽ ഇങ്ങനെ അമർത്തപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സൂചി, ആ സൂചിയുടെ ദ്വാരത്തിലൂടെ എൻ്റെ റൂഹ് ഇങ്ങനെ എടുക്കുന്നത് പോലെ, ആ ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ മാത്രം എനിക്ക് ശ്വസിക്കാൻ കിട്ടുന്നത് പോലെ അത്രയേറെ പ്രയാസത്തിലാണ് ഞാനിപ്പോ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഔസജ് മരം എന്ന് പറഞ്ഞാല് ഒരുപാട് മുള്ളുകളുള്ള ഒരു മരമാണ്. ആ മരത്തിലൂടെ എന്നെ ഇങ്ങനെ നീട്ടി വലിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ആകാശം ഇങ്ങനെ വീണിട്ടുണ്ട്, ഞാൻ അടിയിലാണ്.
ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഞാൻ ഇങ്ങനെ കുടുങ്ങിയതുപോലെ, അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഇങ്ങനെ ചതച്ചിറക്കപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആരാ പറയുന്നത്? ഒരു സ്വഹാബിയ പറയുന്നത്. ആ മരണരംഗത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മരണരംഗം എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ലഘൂകരിച്ചു തരുമാറാവട്ടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ കഅബ് ഹദ്ദിസ്നാ അനിൽ മൗത്ത്. കഅബേ, മരണത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ, മരണത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഇന്നൽ മൗത കശജറതി ശൗകിൻ. മരണം എന്ന് പറഞ്ഞാൽ ഒരു മുള്ളുള്ള ഒരു മരം പോലെയാണ്, മുള്ളുള്ള ഒരു മരം പോലെയാണ്. ഉദ്ഖിലത് ഫീ ജൗഫി ബിൻ ആദം. ആദമിന്റെ ശരീരത്തിലേക്ക് അതിങ്ങനെ കയറ്റി വെക്കപ്പെട്ടിട്ടുണ്ട്, അതിലേക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്. ഫഅഖദത് കുല്ലു ശൗകത്തിൻ ബിഅർഖിൻ മിൻഹു. എന്നിട്ട് ആ മരത്തിന്റെ ഓരോ മുള്ളും, ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറക്കപ്പെട്ട ഓരോ മുള്ളും അവന്റെ ശരീരത്തിൽ ഓരോ ഭാഗത്തും ഇങ്ങനെ തുളച്ചു കയറിയിട്ടുണ്ട്. ثم جذبها رجل شديد القوى. നല്ല ശക്തനായ ഒരു മനുഷ്യൻ. എന്നിട്ട് അതിന്റെ മുകളിലൂടെ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറപ്പെട്ടിട്ടുള്ള ആ മുള്ളുള്ള മരം ശക്തമായി വലിക്കുന്നത് പോലെയാണ് ഉള്ളത്. എന്നിട്ട് അതിന്റെ ബാക്കി പറയാണ്, എന്തെല്ലാം അതിൽ ആ സമയത്ത് മുറിയുന്നുണ്ടോ അതൊക്കെ മുറിയും, എന്തൊക്കെ ബാക്കിയാകുന്നുണ്ടോ അതൊക്കെ ബാക്കിയാകും. മരണത്തിന്റെ ആ റൂഹെടുക്കുന്ന രംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സ്വഹാബിമാരുടെ വിശദീകരണങ്ങളാണെങ്കിൽ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ടവരുടെ അവസ്ഥയാണെങ്കിൽ, നമ്മൾ എത്രത്തോളം നന്മകൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. മരിക്കൂല എന്നുള്ളത് നമ്മൾ ആരും സമ്മതിക്കണില്ല, നമ്മളൊക്കെ മരിക്കും എന്നുള്ളതാണെങ്കിൽ, അൽ മൗതു ബാബുൻ, മരണം എന്നുള്ളതൊരു വാതിലാണ്. ഒരു കവിയുടെ വാക്കാണ്, അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു. എല്ലാ മനുഷ്യന്മാരും അതിലൂടെ കയറും, എല്ലാവരും കയറും. ആ കവാടം കടക്കാതെ ഒരാളും ഉണ്ടാവില്ല. സ്വർഗം വേണമെന്നുണ്ടോ? മരണം ആസ്വദിക്കാതെ സ്വർഗത്തിലെത്താൻ കഴിയൂല. മരണം ആസ്വദിക്കാതെ സ്വർഗത്തിലെത്താൻ പറ്റൂല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാകുന്ന മരണം അത് ഏറ്റവും ഖൈറായ രൂപത്തിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ഓർമ്മപ്പെടുത്തലാണ് സൂചിപ്പിച്ചു വെച്ചത്. മരിക്കും എന്നുള്ളതിൽ സംശയമില്ലെങ്കിൽ ആ മരണം നല്ലതാകുമോ ചീത്തയാകുമോ അത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാചകം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം. തീർച്ചയായും അമലുകൾ അത് പര്യവസാനം നോക്കിയിട്ടാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇത്ര കാലം എങ്ങനെ എന്നുള്ളതല്ല, അവൻ മരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു. മരിക്കണ സമയത്ത് ഹറാമ് ചെയ്തിട്ടോ ഹറാമിന് വേണ്ടി ഇറങ്ങിയിട്ടോ ആണെങ്കിൽ അത് പേടിക്കേണ്ടതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മം ചെയ്തിട്ടാണോ എങ്കിൽ നമുക്ക് രക്ഷയുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഖൈബർ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറപ്പെട്ടു. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ഒരാളിങ്ങനെ വല്ലാതെ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറഞ്ഞു, മൻ അഹബ്ബ അൻ യൻദുറ ഇല റജുലി മിൻ അഹ്ലിന്നാർ ഫൽയൻദുർ ഇലാ ഹദാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നരകക്കാരനെ കാണുന്നുണ്ടെങ്കിൽ, അത് കണ്ട അങ്ങക്ക് സന്തോഷാകുന്നുണ്ടെങ്കിൽ ഇതാ ആ ആളെ നോക്കിക്കോളി. ഒരു വ്യക്തിനെ ചൂണ്ടിയിട്ടാ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആളുകൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി വന്ന ആളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. ഒരു സ്വഹാബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇയാളുടെ പിന്നാലെ നടന്നു. ഹദീസിൽ കാണാൻ പറ്റും, ഇയാൾ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാൾ യുദ്ധം ചെയ്യാൻ തുടങ്ങി. നല്ല ശക്തമായി ശത്രുക്കൾക്കെതിരെ ഇറങ്ങി. പക്ഷെ അതിനിടയിൽ അയാൾക്ക് ശത്രുവിന്റെ ഒരു വെട്ടേൽക്കേണ്ടി വന്നു. ശക്തമായ പരിക്ക് പറ്റി. അങ്ങനെ അയാൾ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളുടെ വാളെടുത്തിട്ട് ഇയാൾ ഇങ്ങനെ കുത്തി നിർത്തി അതിലേക്ക് ഇങ്ങോട്ട് ചാടി ആത്മഹത്യ ചെയ്തു. ഇത് കണ്ടിട്ട് ആ സ്വഹാബി ഓടി വന്നിട്ട് പറയാണ്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ ഒന്നുകൂടി സാക്ഷ്യം വഹിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ അബ്ദ, ഈ വാചകം നേരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൻ നാർ വ ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. ഒരാള് ഒരു പക്ഷേ തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് ജീവിക്കും. അയാൾ നരകക്കാരനാണ് നമ്മൾ വിചാരിക്കും, പക്ഷേ അയാൾ സ്വർഗാവകാശിയായിരിക്കും. വയഅമലു അമല അഹ്ലിൽ ജന്ന വ ഇന്നഹു മിൻ അഹ്ലിൻ നാർ. ഒരാൾ ഇങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും, എല്ലാവരും വിചാരിക്കും അയാൾ സ്വർഗാവകാശിയാണെന്ന്, പക്ഷേ അയാൾ നരകാവകാശിയായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം, എല്ലാ അമലുകളും സ്വീകരിക്കുന്നത് അയാളുടെ അവസാനം നോക്കിയിട്ടാണ്. ഏറ്റവും അവസാനം എന്താണ്, ഇത്ര കാലം എന്തെന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ഇത് നമുക്കൊരു സമാധാനത്തിന്റെ ഒരു വാക്കും കൂടിയാണ്. പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷെ അതൊക്കെ അല്ലാഹു പുറത്തു തരും, എല്ലാം പുറത്തു തരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് ഒന്ന് മാറാൻ റെഡിയാണെങ്കിൽ, മാറാൻ സന്നദ്ധനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് തൗബ ചെയ്തിട്ട് ഒരു പക്ഷേ ഒരു വഖ്ത് നമസ്കരിച്ച് രണ്ടാമത്തെ വഖ്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചാൽ പോലും ഒരു പക്ഷേ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായി നമ്മൾ മാറും. എന്നാൽ 40 കൊല്ലം ദീനിന്റെ കാര്യത്തിൽ ഇറങ്ങി, എല്ലാ അർത്ഥത്തിലും ദീനിന്റെ ആളായി, എല്ലാ കാര്യങ്ങളിലും സജീവമായ ആള്, പക്ഷേ അവസാന നിമിഷം ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ വന്നപ്പോ പെട്ടെന്ന് അയാൾക്ക് ഒരു ബുദ്ധിമോശം എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മള്, ആ രൂപത്തിലുള്ള ഒരു വാക്ക് അയാളിൽ സംഭവിച്ച് അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അയാൾ ഈ പറഞ്ഞ വ്യക്തി ചെയ്തതുപോലെ ആത്മഹത്യ ചെയ്തു. അതോടുകൂടി നഷ്ടപ്പെടും. അവിടെയാണ് എപ്പോഴും ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന ഖുർആനിന്റെ ആയത്ത് അതിങ്ങനെ മനസ്സിൽ കൊണ്ടിടക്കണം. മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കല്ലേ. എപ്പോഴും ആ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ. ഒരു പക്ഷേ 5 മണിക്കൂറും 6 മണിക്കൂറും നിസ്കരിച്ച ആളായിരിക്കും, എന്നാൽ ഒരു 2 മിനിറ്റ് എന്തോ ഒരു ഹറാമിന് വേണ്ടി ചെയ്യാൻ വേണ്ടി മാറി നിൽക്കുമ്പോൾ ആ 2 മിനിറ്റ് സമയത്താണ് മരിക്കണമെങ്കിലോ 40 കൊല്ലം ദീനിന്റെ ആളാണ്. പക്ഷെ ഒരു ദിവസം മാത്രം ഒരു തോന്നിവാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മരണം സംഭവിക്കുന്നതെങ്കിലോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കോഴിക്കോട് നടന്ന ചില മരണ വാർത്തകൾ. നമുക്കറിയില്ല, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയണമെന്നില്ല. പക്ഷേ അറിഞ്ഞ വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അതൊരു നല്ല മരണമായിട്ട് നമുക്ക് പലതും പറയാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഈമാനുള്ളൊരു മരണം നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബേ മരിപ്പിക്കുന്ന സമയത്ത് എന്തായാലും എൻ്റെ റൂഹ് എടുക്കും, ആ റൂഹ് എടുക്കുമ്പോൾ ഈമാനുള്ളൊരു മരണം എനിക്ക് തരണേ. ഈ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവണം. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. الرسول الكريم أتاني الصديق أتاني عمر أتاني الرجال أماتوا الضلال وأحيوا بهدي الكتاب البشر
أقول وقد شهدت مقلتاي جليل المعاني. Peace Radio. Tune to reality.